പ്രിയ കൂട്ടുകാരെ, ഇന്ന് പ്രാക്ടിക്കൽ ഡെമോ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ടിൽ എങ്ങനെ ഒരു ന്യൂ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രോട്ടിയസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഒരു ഡെമോ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ചെറിയ സർക്യൂട്ട് പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ടിൽ ഡിസൈൻ ചെയ്ത് സിമുലേറ്റ് ചെയ്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. ഡെസ്ക്ടോപ്പിലെ പ്രോട്ടിയസ് 8 പ്രൊഫഷണൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഈ കാണുന്നതാണ് പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ട് 8.10യുടെ വിൻഡോ. ഇതിൽ പുതിയ പ്രോജക്റ്റ് ചെയ്യുവാൻ വേണ്ടി ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ നമുക്ക് ഏത് പ്രോജക്റ്റ് നെയിമാണ് കൊടുക്കുന്നത്, ഏത് ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നിവ നൽകാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ്. ഇതിൽ ഞാൻ മൈ സാമ്പിൾ പ്രോജക്റ്റ് 1 എന്ന് പേർ നൽകി ഇതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, പ്രോട്ടിയസ് ഡി ഡ്രൈവിലെ പ്രോട്ടിയസിൽ മൈ സാമ്പിൾ പ്രോജക്റ്റ് 1 എന്ന പേരിൽ ഞാൻ ഈ പ്രോജക്റ്റ് സേവ് ചെയ്തു. നെക്സ്റ്റ് പ്രസ് ചെയ്തു. വീണ്ടും ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ഏത് സൈസിലാണ് നമ്മുടെ ഡിസൈൻ ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട വിൻഡോ ആണ്. ഇതിൽ ലാൻഡ്സ്കേപ്പിൽ ഉള്ള പേപ്പർ സൈസ് A1, A2, A3, A4 അങ്ങനെ, അതേപോലെ പോർട്രേറ്റിലുള്ള പേപ്പർ സൈസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് സാമ്പിൾ ഡിസൈൻ. പേപ്പറിന് സൈസ് ഒന്നും ചെയ്തിട്ടില്ല. സാമ്പിൾ ഡിസൈൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോ PCB ലേഔട്ട് ഏത് രൂപത്തിലാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന വിൻഡോ ആണ്. നമ്മളിപ്പോൾ സാമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് PCB ലേഔട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡു നോട്ട് ക്രിയേറ്റ് എ PCB ലേഔട്ട് എന്നത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഫേംവെയർ പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിൻഡോ ആണ് ഇത്. നാം നോ ഫേംവെയർ പ്രോജക്റ്റ് എന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോയിൽ ഫിനിഷ് ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് വരുന്ന വിൻഡോ നമുക്ക് പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ടിലെ പുതിയ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ വിൻഡോ ആണ്. ഇതിൽ നമുക്ക് വേണ്ട സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടത് ഇലക്ട്രോണിക് കോമ്പോണൻസ് ആണ്. പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ടിൻ്റെ ലൈബ്രറിയിൽ നിന്നും നമുക്ക് ആവശ്യമായ കോമ്പോണൻസുകൾ നമുക്ക് ആദ്യം തിരഞ്ഞെടുത്ത് ഈ സ്ഥലത്ത് ലോഡ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് സിമുലേറ്റ് ചെയ്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ കൂടുതൽ പരിചയപ്പെടാം. ഒരു LED സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടാണിത്. ഇതിനു വേണ്ട കോമ്പോണൻസ് ഒരു റെസിസ്റ്റർ, 100 ഓം റെസിസ്റ്റർ, ഒരു സ്വിച്ച്, ഒരു LED, ഒരു പവർ സോഴ്സ്, ബാറ്ററി. ഇത്രയുമാണ് ഇതിനു വേണ്ട കോമ്പോണൻസ്. ഈ സർക്യൂട്ടിലേക്ക് ആവശ്യമായ കോമ്പോണൻസുകൾ നാം ഈ സോഫ്റ്റ്വെയറിൻ്റെ ലൈബ്രറിയിൽ നിന്നും സെലക്ട് ചെയ്ത്
ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കീവേഡ്സ് എന്നതിൽ നമുക്ക് വേണ്ട കോമ്പോണൻറ്റിൻ്റെ കീ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് ഡിവൈസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് റെസിസ്റ്റർ സെലക്ട് ചെയ്യാം. റെസിസ്റ്റർ സെലക്ട് ചെയ്തു. റെസിസ്റ്ററിൻ്റെ സബ് കാറ്റഗറിയിൽ എത്ര വാട്ട് റെസിസ്റ്ററാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ചെറിയ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് 1/2 വാട്ട് റെസിസ്റ്ററാണ് വേണ്ടത്. ഇവിടെ 0.6 വാട്ട് മെറ്റൽ ഫിലിം എന്ന് കാണുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് എത്ര വാല്യൂ, ഏത് വാല്യൂവിൻ്റെ റെസിസ്റ്റർ ആണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നമുക്ക് 100 ഓം റെസിസ്റ്ററാണ് വേണ്ടത്. അത് ഇവിടെ 100 R എന്ന് എഴുതി കാണുന്നുണ്ട്. ഈ 100 ഓം റെസിസ്റ്റർ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്താൽ നമ്മുടെ ഡിവൈസസ് ലിസ്റ്റിലേക്ക് നമ്മുടെ റെസിസ്റ്റർ ആഡായി. ഇതേപോലെ നമുക്ക് നമ്മുടെ LED ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു റെഡ് കളർ LED ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെഡ് കളർ LED സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു. ഇനി സ്വിച്ച് ആണ് നമുക്ക് വേണ്ടത്. സ്വിച്ച് സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി സെലക്ട് ചെയ്തു. നമുക്ക് മൾട്ടി സെൽ ബാറ്ററി ആണ് വേണ്ടത്. ബാറ്ററി സെലക്ട് ചെയ്തു ഓക്കെ പ്രസ് ചെയ്തു. ബാറ്ററി നമ്മുടെ ഡിവൈസസ് ലിസ്റ്റിലേക്ക് ആഡായി. ഇത്രയും കോമ്പോണൻറ്റുകളാണ് നമുക്ക് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെ ഇതിൽ സർക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. നാം സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ സ്ക്വയറിൽ കാണുന്ന, ഇത്രയും ഏരിയയിൽ കാണുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെയുള്ള ബാറ്ററി, LED, റെസിസ്റ്റർ, സ്വിച്ച് എന്നിവ നമുക്ക് ആദ്യം പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഓരോ കോമ്പോണൻസും ഇതിലെങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് നോക്കാം. നാം ആദ്യം ബാറ്ററി പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി ബാറ്ററി എന്ന് എഴുതിയ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ സ്ഥലത്ത് കൊണ്ടുവച്ച് ഈ കാണുന്ന സ്ഥലത്ത് എവിടെയാണോ ഈ ബാറ്ററി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് ഒരു ലെഫ്റ്റ് ക്ലിക്ക് കൂടി ചെയ്ത് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് LED സെലക്ട് ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ LED നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മൗസ് നീക്കി മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഒരു ലെഫ്റ്റ് ക്ലിക്കും കൂടി മൗസിൽ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ LED ഇതിൽ പ്ലേസ് ആയി. ഇനി എനിക്ക് 100 ഓം റെസിസ്റ്റർ ആണ് വേണ്ടത്. 100 ഓം റെസിസ്റ്റർ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ കൊണ്ടുവച്ചു. ഒരു പ്രാവശ്യം മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു. കോമ്പോണന്റ് ഈ വിൻഡോയിൽ വന്നു. ഇനി ഏത് ഭാഗത്താണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ച ശേഷം വീണ്ടും ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ റെസിസ്റ്ററും പ്ലേസ് ആയി. ഇനി സ്വിച്ചാണ് നമുക്ക് വെക്കാനുള്ളത്. സ്വിച്ച് ഞാൻ സെലക്ട് ചെയ്തു. സ്വിച്ചിനെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്തു, പ്ലേസ് ചെയ്തു. ഇനി ഈ സർക്യൂട്ടിലെ കോമ്പോണൻസ് ആയി. ഇനി സർക്യൂട്ടിന് എന്താണ് വേണ്ടത്? സർക്യൂട്ടിൻ്റെ ഇന്റർ കണക്ഷൻസ് ആണ്. ഇന്റർ കണക്ഷൻസ് ചെയ്യാൻ വേണ്ടി ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ സ്ക്രോൾ ചെയ്ത്
മൗസ് നീക്കിയ ശേഷം നമുക്ക് ഏത് പോയിന്റിലാണോ വെക്കേണ്ടത് ആ പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സർക്യൂട്ട് ഇന്റർ കണക്ഷൻസ് വരയ്ക്കുക. ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു സർക്യൂട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് സിമുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ സർക്യൂട്ടാണ് ഇവിടെ ചെയ്തത്. 100 ഓം റെസിസ്റ്റർ വെച്ച് ഒരു LED സ്വിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാവുന്ന ഒരു ചെറിയ സർക്യൂട്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓണാക്കിയ ശേഷം ഇവിടെ കാണുന്ന പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ ഇവിടെ LED കളർ റെഡിലേക്ക് മാറുന്നത് കാണാം. അതാണ് LED വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പൽ. ഇങ്ങനെ സർക്യൂട്ട് നമുക്ക് ചെയ്ത് ഈ സർക്യൂട്ട് പെർഫെക്റ്റ് ആണോ, വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രോട്ടിയസ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. അപ്പോൾ സർക്യൂട്ട് നമുക്ക് കുറച്ചുകൂടി കാണുന്ന രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ സൂം ചെയ്യാവുന്നതാണ്. സൂം ചെയ്തു, ഈ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് സൂം ചെയ്തു. പക്ഷേ നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ കാണുന്നില്ല. വിൻഡോ സൂം ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സർക്യൂട്ട് കാണുന്നില്ല. സർക്യൂട്ട് ഇതിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചാലോ റൈറ്റ് ക്ലിക്ക് അടിച്ചാലോ ഒന്നും സർക്യൂട്ട് വരില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ വിൻഡോയിൽ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വിൻഡോ, നമ്മൾ കാണുന്ന ഈ വിൻഡോ അങ്ങോട്ട് നീക്കി നമുക്ക് ഈ സർക്യൂട്ടിനെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത് നീക്കി നമ്മൾ ഈ സർക്യൂട്ടിനെ കണ്ടെത്തി നമുക്ക് വേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്താൽ ഈ കാണുന്ന സർക്യൂട്ട് നമുക്ക് കാണാനും സിമുലേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്ന പാകത്തിലേക്ക് നമുക്ക് സൂം ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ ഈ റെസിസ്റ്റർ എടുക്കാം. വീണ്ടും നമ്മൾ റെസിസ്റ്റർ എടുത്തു. കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. നാം വീണ്ടും ഒരു റെസിസ്റ്റർ ഇവിടെ, ഈ 100 ഓം റെസിസ്റ്റർ ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഇതിനെ ഈ രൂപത്തിൽ വെക്കാൻ പറ്റില്ല. എനിക്കിത് ഒരു റൊട്ടേറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് റൈറ്റ് ക്ലിക്ക്, ഈ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ മുകളിൽ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് എനിക്ക് ഈ റെസിസ്റ്ററിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ കോമ്പോണൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. LED ഇതേപോലെ നമ്മൾ LED സെലക്ട് ചെയ്തു, LED ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി LED എനിക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ LED റൊട്ടേറ്റ് ആവുന്നതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്യൂട്ട് ഇതിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ സർക്യൂട്ട് വരച്ചത് തെറ്റാണ്, ഒരു കോമ്പോണൻറ്റിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനെന്താണ് നമ്മൾ ചെയ്യുക, കോമ്പോണൻറ്റിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഒബ്ജക്റ്റ് എന്ന് എഴുതിയത് കാണാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ കോമ്പോണൻറ്റ് ഡിലീറ്റ് ആയി പോകും. ഈ ഡയോഡിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയോഡ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ഒബ്ജക്റ്റ് കൊടുത്തു. അപ്പോൾ ഈ കോമ്പോണൻറ്റ് ഡിലീറ്റായി. പിന്നെ ഇത് ബാറ്ററിയാണ്, സർക്യൂട്ടിൽ കണക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ബാറ്റ് 1 9 വോൾട്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ ബാറ്ററി 9 വോൾട്ട് എന്ന് കുറയണം. നമുക്ക് ഈ ബാറ്ററിയെ 6 വോൾട്ട് ആക്കണം.
അപ്പോൾ നമ്മൾ വീണ്ടും ഡിവൈസ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് 6 വോൾട്ട് ബാറ്ററി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ, ഇവിടെ ഒരു പ്രാവശ്യം ലെഫ്റ്റ് പ്രസ് ചെയ്താൽ ബാറ്ററിയുടെ മുകളിൽ ഒരു പ്രാവശ്യം ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാറ്ററിയുടെ പ്രോപ്പർട്ടീസ് വരും. നമുക്ക് കോമ്പോണൻറ്റിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 9 വോൾട്ട് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 6 വോൾട്ട് ആക്കി കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് 6 വോൾട്ട് ബാറ്ററി ആവുന്നതാണ്. ഇതുപോലെ എനിക്ക് ഇതിന് 100K വാല്യൂവിനെ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇത് 1K റെസിസ്റ്റർ ആക്കാവുന്നതാണ്. 1K റെസിസ്റ്റർ ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 1K റെസിസ്റ്ററായി. ഈ രീതിയിലാണ് നാം പ്രോട്ടിയസ് ഉപയോഗിച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതും സിമുലേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. ഈ താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർക്യൂട്ട് വർക്കിംഗ് ആണെങ്കിൽ LED പ്രകാശിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്ത ചെറിയ സർക്യൂട്ടിലേതുപോലെ PIC 16F877A ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ സർക്യൂട്ടുകളും നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാനും അതുപോലെ വർക്കിംഗ് സിമുലേറ്റ് ചെയ്ത് നോക്കാനും കഴിയും. ഇവിടെ PIC 16F877A എന്ന് കീവേഡ് ടൈപ്പ് ചെയ്താൽ PIC 16F877A നമ്മുടെ ലൈബ്രറിയിൽ നിന്നും ലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതാണ്. PIC 16F877A യുടെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇത് കാണുന്നത്. നമുക്ക് പോർട്ട് B, പോർട്ട് D, പോർട്ട് A ഇതിലൊക്കെ നമുക്ക് കോമ്പോണൻസുകൾ, പെരിഫറൽസുകൾ കണക്ട് ചെയ്ത് നമുക്ക് സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ പോർട്ടിൽ നമുക്ക് ഓരോ പോർട്ടിൽ ഇതേപോലെ പെരിഫറൽസ് കണക്ട് ചെയ്യാവുന്നതാണ്.
ഈ രൂപത്തിൽ നമുക്ക് പിക് മൈക്രോ കൺട്രോളറിൻ്റെ സർക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നാം നേരത്തെ ചെയ്ത സർക്യൂട്ടിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാര്യമുണ്ട്. ഈ സർക്യൂട്ട് അല്ലെങ്കിൽ IC വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. ഈ സർക്യൂട്ടിലേക്ക് കോഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സർക്യൂട്ടിലേക്ക് കോഡ് ആഡ് ചെയ്യാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഈ ICയുടെ മുകളിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് പ്രോഗ്രാം ഫയൽ എന്ന് കാണാം. പ്രോഗ്രാം ഫയൽ, ഇവിടെ പ്രോഗ്രാം ഫയൽ എന്ന് കാണാം. അതിൽ ഇവിടുന്ന് ബ്രൗസ് ചെയ്തതിന് ശേഷം നമുക്ക് നാം ഉപയോഗിക്കുന്ന സർക്യൂട്ടിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ MPLAB XIDയിൽ ഡിസൈൻ ചെയ്ത് ഹെക്സ് ഫയലാക്കി വെച്ചത് ഉണ്ടാകും. അത് നമുക്ക് ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. MPLAB XIDEയിൽ ഹെക്സ് കോഡ് ജനറേറ്റ് ചെയ്ത് പ്രോട്ടിയസ് 8 സോഫ്റ്റ്വെയറിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് ഹെക്സ് കോഡ് ആഡ് ചെയ്ത് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.